വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മൈ ബിഗ് പീലീസ്. ഇന്നൊരു സൺഡേ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ ഗുജറാത്തിലെ വഡോദരയിലാണ് താമസിക്കുന്നത്. ഇവിടെ സിറ്റിയിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് 50 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ഷോപ്പിംഗ് മാളിലേക്കൊക്കെ. ഞങ്ങൾ ഇന്ന് പോകുന്നത് റിലയൻസ് മാളിലേക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് തീരുമാനിച്ചത് സൺഡേ ഷോപ്പിംഗ് വീഡിയോ എടുത്താലോ എന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയി. എനിക്ക് നമ്മുടെ നാട് അപേക്ഷിച്ച് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ റോഡുകളാണ്. അടിപൊളിയായി സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പീലി മോള് ബേക്കിൽ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഈസ്റ്റർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പൊതുവെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നല്ല തിരക്കായിരുന്നു. ഇവിടെ പിന്നെ എല്ലാവരും ഒരു ആഫ്റ്റർനൂൺ ഒരു 9 o'clock ആകുമ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും. പിന്നെ ഒരു 4:35 ഒക്കെ ആകുമ്പോഴാണ് പിന്നെയും ഓപ്പൺ ചെയ്തുള്ളൂ. അത് പിന്നെ നൈറ്റ് ഒരു 11:30 12 വരെയൊക്കെ ഷോപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ്, ക്ലോത്ത് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ എത്താറായി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നതാണ് ഷോപ്പിംഗ് മാൾ. ഇവിടെയൊക്കെ നല്ല പെയിൻറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെത് അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നെല്ലാം. ഇവിടെ പൊതുവേ പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കും. അവിടെ അവിടെ ഒരു ഇതിൻ്റെ ഏരിയയിലൊക്കെ നിറയെ ധാന്യങ്ങൾ വിതറിയിട്ടുണ്ടാവും. അവിടെ വന്നിട്ട് എപ്പോഴും പ്രാവുകൾ കഴിക്കും. അതിൻ്റെ ഒരു സ്റ്റാച്യു കൂടെ ഉണ്ട്. കിടക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് യൂട്ടേൺ എടുത്തപ്പോൾ അത് അധികം എടുക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മാളിലെത്തി. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. മാക്സ്, പാൻറ്റലൂണ്, മക്ഡൊണാൾഡ്സ്, പിന്നെ എന്താ പറയുക റിലയൻസ് സ്മാർട്ട്, ക്യാമ്പസിൻ്റെ ഷോറൂം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ റിലയൻസ് സ്മാർട്ടിലെത്തി. അതിൻ്റെ ഇടയിൽ പീലി ഒന്ന് വോമിറ്റിങ് ചെയ്തായിരുന്നു. അതുകൊണ്ട് പിടിച്ചതിലേക്ക് കയറ്റിയിരുത്തി, ഇല്ലെങ്കിൽ ട്രോളിയിലിരുത്തി, ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ഓടി കളിച്ച് നിൽക്കും. പെട്ടെന്ന് പിടിച്ചതിലിരുത്തിയത് കൊണ്ട് പിന്നെ പ്രോബ്ലം ഇല്ല. എനിക്ക് അത്യാവശ്യം വേണ്ട സാധനമായിരുന്നു മോര്. ഇപ്പോൾ ഇവിടെ മോര് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ സമ്മർ സീസൺ സ്റ്റാർട്ടായല്ലോ. ഇവിടെ കിട്ടുന്ന മോരിനൊന്നും പുളിപ്പും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കറി ഉണ്ടാക്കിയാലൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ മോര് മേടിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യത്തിന് പുളിപ്പുണ്ടാവും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെക്കുകയെന്ന് വെച്ചാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പീലി എൻ്റെ അടുത്ത് ഫോണ് മേടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ മാംഗോ സീസൺ സ്റ്റാർട്ടായല്ലോ. സീസൺ ഫ്രൂട്ടല്ലേ മാംഗോ. അതിൻ്റെ എന്തൊക്കെയോ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛനൊക്കെ വിളിക്കുന്നുണ്ട്. ബ്ലൂബെറി ഉണ്ട് അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ അപ്പോഴേക്കും ബ്രെഡ് വേണം. അപ്പോൾ അങ്ങനെ ബ്രെഡ് എടുത്തു. പിന്നെ നമ്മൾ മലബാർ പൊറോട്ട ഉണ്ടായിരുന്നു. അങ്ങനെ മലബാർ പൊറോട്ട എടുത്തു. പിന്നെ മിൽക്ക് പൗഡർ വേണം. അങ്ങനെ ഒരു മിൽക്ക് പൗഡർ എടുത്തു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ബൈ 1 get 1 ഫ്രീ ഒക്കെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. ബിസ്ക്കറ്റ് നോക്കി സ്നാക്സ് ഐറ്റംസിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ടീ പൗഡർ എടുത്തു. ടാറ്റ അഗ്നിയുടെ ടീ പൗഡർ എടുത്തു. അതും അവൾക്ക് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഒരു ക്രീപ്പി ഫേസ് ഈ ഇമോജി ഉള്ളത്
ഇതാണ് കേട്ടോ, ക്യാൻഡി, ചോക്ലേറ്റ് അല്ല ക്യാൻഡി ആയിരുന്നു. അത് മേടിക്കാൻ വേണ്ടി കുറേ കളിച്ചു. മേടിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഫേസ് മാറി. പിന്നെ ഇനി ഉഴുന്ന്, ഗോതമ്പ് റവ, പിന്നെ ഓയിൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. ഇങ്ങനെ എന്താ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്കൊന്ന് കഴിയിട്ട് നോക്കണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് പിരികി. പിന്നെ ബസ്മതി റൈസ് എടുത്തു. സൺഡേ അധികം ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ എടുത്തായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ എടുക്കാറുള്ള റൈസ്, ചോറ് വെക്കുന്ന അരി, ജീരസർ റൈസ്, അതും എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഒഡോണിലെടുത്ത്, കാറിൽ വെക്കാനുള്ള എയർ ഫ്രഷ്നർ എടുത്തു. അപ്പോഴേക്കും ഞങ്ങളെ മൂടൊക്കെ മാറി, കാരണം പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ മാറിയിരിക്കുവാണ്. താഴെ ഇറങ്ങാൻ വേണ്ടി വാശി പിടിക്കുന്നുണ്ട്. ഇത് ഇവിടെയുള്ളവരൊക്കെ ഇതിലാണ് വിളക്ക് കത്തിക്കാറ്. ഇത് നെയ്യ് പഞ്ഞി മുക്കി വെച്ച് അതാന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ഇത് മേടിച്ചവർക്ക് ഹെയർ പിൻസ് 150 സംതിങ് ആയിരുന്നു. അങ്ങനത്തെ 2 ടൈപ്പ് എടുത്തായിരുന്നു. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് മേടിച്ചതായിരുന്നു. പിന്നെ ഇത് അവിടെ കണ്ടായിരുന്നു, ഒരു കടായി മാതിരി. അപ്പോൾ അതെന്താന്ന് നോക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ വലിയ വറുത്തൊന്നുമില്ല, എൻ്റെ വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചു. ഇത് കുറേ കാലമായി ഞാൻ നോക്കി നോക്കായിരുന്നു. അങ്ങനെ ഒന്ന് അത് മേടിച്ചു. ഇതൊക്കെ വീഡിയോ എടുത്ത വീഡിയോ കേട്ടോ, അതാ ഇങ്ങനെ മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്യാനെത്തി. അപ്പോഴും കൈ കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്, അവിടെ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്. നോ എന്ന് പറഞ്ഞപ്പോൾ ഫേസ് പിന്നെ എക്സ്പ്രഷൻ മാറി. അങ്ങനെ അവളെ കണ്ണിൽ പോപ്കോൺ പെട്ട്. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോപ്കോൺ വേണം. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി മേടിച്ചു. ഞങ്ങൾ അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.